എന്താ നിങ്ങളോട് ചെയ്യുന്നത്? ഞങ്ങൾക്കിവിടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ്. അത് ഉണ്ടാക്കുകയാണ്. ഇവിടെയാണോ അതൊക്കെ ഉണ്ടാക്കണത്? കേറാ വണ്ടിയിലേക്ക്. എന്താ അതിനകത്ത് അതിനുള്ള സൗകര്യം ഉണ്ടാവോ? നിർത്തണം. നിങ്ങളിതൊക്കെ ഉണ്ടാക്കേണ്ടത് നിങ്ങളുടെ കോളനിയിലാണ്, അല്ലാണ്ട് വല്ലവരുടെയും സ്ഥലത്തല്ല. വല്ലവരുടെ സ്ഥലം? അതെ, ഇത് കൽക്കട്ട കമ്പനി വക സ്ഥലമാണ്. ഇത് കയ്യേറിയതിന് നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുക. എന്താ എന്താ നമ്മുടെ സ്വാമിയെ പോലീസ് പിടിച്ചോണ്ട് പോണോ? അയ്യോ, എന്തിന്? ആ കമ്പനിക്കാരുടെ സ്ഥലം കയ്യേറിയെന്നും പറഞ്ഞ് അവന്മാരെ അത്തുകായോ? വരില്ല. നമ്മുടെ സ്വാമിയെ പോലീസ് പിടിച്ചോണ്ട് പോയി. ഞമ്മക്ക് കക്കൂസ് കെട്ടാൻ പോയതാണ് സ്വാമി. എന്നിട്ട് കമ്പനിക്കാരുടെ സ്ഥലം കയ്യേറിയെന്നും പറഞ്ഞ് പോലീസും കൊണ്ട് പിടിപ്പിച്ചിരിക്കുന്നു. വല്ലവരുടെ സ്ഥലത്ത് നിന്ന് കയറാൻ അവനോട് ആരാ പറഞ്ഞത്? ആവശ്യമില്ലാത്ത പണിക്ക് പോയിട്ടല്ലേ? 2 ദിവസത്തോടെ കിടക്കട്ടെ. സാർ അന്നേ പറഞ്ഞ ഈ വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കയും സാമ്പാറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഒന്നും ഈ പണിക്ക് കൊള്ളില്ലെന്ന്. അന്ന് ഞാൻ പറഞ്ഞിട്ടാ തന്നെ അപ്പോയിന്റ് ചെയ്ത്. അതപ്പ കുഴപ്പമേ. അതിന് സ്വാമി ഇപ്പൊ എന്ത് കുഴപ്പമുണ്ടാക്കിന്ന? പിന്നെ കുഴപ്പമില്ലാണ്ട് കോളനി എന്ന് പറയുന്ന കുട്ടികളെയും കുട്ടികളൊന്ന് കമ്പനിയുടെ സ്ഥലം കയ്യേറുക, എന്നിട്ട് ഇയാളെ പോലീസിനെ വിളിച്ചറിച്ച് അറസ്റ്റ് ചെയ്യിക്കുക. ആ കോളനിക്കാരങ്ങനെ ഇളകി ഒരു ലഹളയ്ക്ക് വന്നിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? അങ്ങനെ വന്നിരുന്നുവെങ്കിൽ ഞാൻ പറയുമായിരുന്നു ആ കോളനി നമുക്ക് ഒരിക്കലും ഒഴിപ്പിച്ചെടുക്കാൻ പറ്റില്ല എന്ന്. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നു 6 മാസമൊന്നും വേണ്ട, 6 ദിവസം 6 ദിവസം മതി ആ കോളനി ഒഴിപ്പിച്ചെടുക്കാനുള്ള വഴി ഞാൻ ഉണ്ടാക്കി തരും. ഇന്നത്തെ ഈ സംഭവത്തോടെ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ സ്ഥലത്ത് നമ്മൾ എന്ത് പണി ചെയ്താലും അതൊന്നും ചോദിക്കാൻ അവിടുന്ന് ഒരുത്തനും വരില്ല എന്ന്. ആ മാർഗം ഉപയോഗിച്ച് തന്നെയായിരിക്കണം നമ്മൾ അവരെ കുടിയൊഴിപ്പിക്കേണ്ടത്. ഇനി എത്രയും പെട്ടെന്ന് നമ്മൾ നമ്മുടെ സ്ഥലത്ത് പണി തുടങ്ങണം. മണ്ണ് നിരപ്പാക്കി പൈലിംഗ് ആരംഭിക്കണം. പൈലിംഗ് എന്ന് പറഞ്ഞാൽ ഭൂമി കുലുങ്ങുന്ന തരത്തിലുള്ള പൈലിംഗ്. ഭൂമിയിൽ ഇടിക്കുന്ന ഓരോ ഇടിക്കും ആ കോളനി വിറയ്ക്കണം, കോളനിക്കാർ നടുങ്ങണം. അങ്ങനെ അവർ ഒഴിഞ്ഞു പോകാമെന്ന് സമ്മതിക്കുന്നത് വരെ നമ്മൾ പൈലിംഗ് തുടരണം. പിന്നെ സാറ് നോക്കിക്കോ, റാവുത്തരും ജോണും ഷാങ്കും ഒക്കെ പത്തി മടക്കി നമ്മുടെ അടുത്ത് വരും. വരും സാർ, ഞാൻ വരുത്തും. എന്റെ സ്വാമി സമ്മതിച്ചു, സമ്മതിച്ചു. ഇത്രയും കാലമായിട്ട് ഇവിടെ ഒരാളുടെ തലയിലും ഈ ബുദ്ധി ഉരിച്ചില്ലല്ലോ. എന്തിന് എന്റെ തലയിൽ പോലും ഈ ബുദ്ധി ഉരിച്ചില്ലല്ലോ? എന്തത്? അതൊന്നും നിങ്ങളുടെ കുഴപ്പമല്ല. കണ്ട ജന്തുക്കളെ കൊന്നു ബുദ്ധി മരവിച്ച് കാണും. ഇനി കുറച്ചാൽ ഈ മുരിങ്ങയ്ക്കയും സാമ്പാറും വെണ്ടയ്ക്കൊക്കെ കഴിച്ചു നോക്ക്, ചിലപ്പോ ബുദ്ധി തെളിയും. പറയാൻ പറ്റില്ലല്ലോ. എന്നല്ല പറഞ്ഞത്? അത് ശരി. സ്വാമി, സ്വാമി ദേ വന്നു. ഫയലടിക്കാനുള്ള സാധനങ്ങളും വന്നു, ആളുകളും വന്നു, പണിയും തുടങ്ങി.
സ്വാമി കോളനിയുടെ അടിത്തറ ഇളകി തുടങ്ങിയടോ. ഇനിയാണ് ഈ കൃഷ്ണമൂർത്തിയെ കോളനിക്കാർ ശരിക്കും അറിയാൻ പോകുന്നത്. ഉം? എടോ, നിർത്താനല്ലേ പറഞ്ഞത്? ഈ ഭൂമിയിൽ ഇങ്ങനെ അടിക്കാനും ഇടിക്കാനൊന്നും പറ്റില്ല. തൊട്ടടുത്ത് 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന കോളനിയാണ്. ഇവിടെ ഇങ്ങനെ ഫയലടിക്കാൻ പറ്റില്ല. ഇവിടെ കോളനി ഉണ്ടെന്ന് വെച്ച് ഞാൻ കൺസ്ട്രക്ഷൻ നടത്തണ്ടേ? ഒരു കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറയാൻ നിർത്താൻ പറ്റില്ല. കമ്പനി താനെന്താണ് കാണിക്കുന്നത്? സ്വാമി കമ്പനിക്കാരുമായിട്ട് പോയി ബഹളമായി. അവരുടെ പണി നമ്മൾ തടയണമെന്ന്, അവിടെ പണി നടത്താൻ പാടില്ല എന്ന്. ആ സ്വാമിയെ വേഗം ഒതുക്കില്ലെങ്കിൽ പോലീസും പട്ടാളൊക്കെ കോളനിയിലേക്ക് വരും. ഞാനാരുമല്ല. എനിക്ക് ഈ കോളനിയില് സ്വന്തക്കാരും ബന്ധക്കാരും ആരുമില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു അപകടം വരുമ്പോ ഞാൻ കൈ കെട്ടി നോക്കിക്കണോ? നിങ്ങൾക്കറിയില്ല, ഇവർ ഈ ഇടിക്കുന്ന ഓരോ ഇടിയും നമ്മുടെ കോളനിയിലെ കെട്ടിടങ്ങളുടെ അടുത്താണ് ഇളക്കുന്നത്. 10-50 കൊല്ലം പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ആ കോളനിയിലുള്ളത്. അടുത്ത ഭൂമിയിൽ പൈലിംഗ് ഉണ്ടെന്ന് വെച്ച് പാതാളം വരെ എങ്ങനെ ഇടിച്ചു കുറിക്കാൻ ആ കെട്ടിടങ്ങൾ അത് താങ്ങില്ല, അത് ഇടിഞ്ഞു വീഴും. ഒടുവിൽ ഒരു രാത്രി വെളുക്കുന്നത് ഈ കോളനിയെ ശവപ്പുറമ്പാക്കിയിട്ടായിരിക്കും. ഞാനീ പറയുന്നത് നുണയാണെങ്കിൽ അവര് പറയട്ടെ. പൈലിംഗ് കൊണ്ട് ഇവിടുത്തെ കെട്ടിടങ്ങളുടെ അടിത്തറ ഇളകിയില്ലെന്ന് അവര് പറയട്ടെ. അവരോട് ചോദിക്കേ. അല്ല നിർത്തി. കൃഷ്ണമൂർത്തിക്ക് 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 കൃഷ്ണമൂർത്തി സ്വാമിക്ക് കൃഷ്ണമൂർത്തി റാവുത്തർക്ക് ജയ്. റാവുത്തർക്ക് 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 ഇരുമ്പ് ജോണിക്ക് ഇരുമ്പ് ജോണിക്ക് സ്രാങ്കിക്ക് 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 റാവുത്തർക്ക്. അയാൾ പറഞ്ഞിട്ടാണ് നമ്മൾ പൈലിംഗ് തുടങ്ങിയത്. എന്നിട്ട് ഇപ്പൊ കോളനിക്കാരെയും കൂട്ടിക്കൊണ്ട് വന്നാൽ തടയുന്നോ? ഫയലിംഗ് തടയാൻ പോകുന്ന വിവരം അയാൾ നേരത്തെ എന്നെ വിളിച്ചറിയിച്ചിരുന്നു. എന്നിട്ട് നമ്മൾ പോലീസുമായി ചെന്ന് പണി തുടരണമെന്ന്. അയാൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? അയാൾ എന്തെങ്കിലും ബുദ്ധി കണ്ടിട്ടുണ്ടാവും മിസ്റ്റർ തോമസ്. അല്ലാണ്ട് ഇങ്ങനെയൊന്നും ചെയ്യില്ല. റാവുത്തരെ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പറ. എന്തെങ്കിലും ഒന്ന് പറ. അവന്മാര് പോലീസിനെയും കൊണ്ടുവന്ന് പണി തുടങ്ങിയ പ്രശ്നമാണ്. നീ പോയി അവനോട് ഇങ്ങോട്ട് വരാൻ പറ, ആ സ്വാമിയോട്. എന്താ? നീ പോയി അവന്മാരോട് ഒന്നുകൂടി സംസാരിക്കണം. ഞങ്ങൾക്ക് വാഗോണ്ട് പറയാൻ അറിയില്ല, കൈകൊണ്ട് പറയാനേ അറിയുള്ളൂ. നീ എന്ന് പറ, കേട്ടില്ല ഞങ്ങൾ പറഞ്ഞോളാം. വിയറ്റ്നാം കോളനിക്ക് വിയറ്റ്നാം കോളനിക്ക് വിയറ്റ്നാം കോളനിയെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി പോലീസ് വിയറ്റ്നാം കോളനിയെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി പോലീസ് വിയറ്റ്നാം കോളനിയെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി പോലീസ് പുല്ലാണ് പുല്ലാണ് പോലീസ് പട്ടാളം പുല്ലാണ്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഈ പണി തടയാനാണെങ്കിൽ അത് സാധ്യമല്ല. ഇത് കമ്പനിക്കാരുടെ സ്ഥലമാണ്. അവർക്ക് പണി നടത്താൻ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യമാണെന്ന് വന്നാൽ ഞങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് തടയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ സ്റ്റേ മേടിച്ചുകൊണ്ട് വരണം. സ്റ്റേ മേടിക്കുന്നത് ഏത് വകുപ്പിലാ? വല്ലവരുടെയും കെട്ടിടത്തിൽ വാടക കൊടുക്കാതെ കയ്യേറി താമസിക്കുന്നവര് ഏത് വകുപ്പിലാ സ്റ്റേ മേടിക്കുന്നത്? മിസ്റ്റർ തോമസ്, നിങ്ങളൊരു വക്കീല് മാത്രമല്ലേ?
അല്ലാതെ കോടതി ഒന്നുമല്ലല്ലോ. നിങ്ങൾ ഞങ്ങളെ നിയമവും വകുപ്പും കോടതി ഒന്നും പഠിപ്പിക്കണ്ട. ഈ മണ്ണിൽ ജനിച്ചു വളർന്ന മനുഷ്യരാണിവർ. അവർക്ക് ഇവിടെ താമസിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നത് ഏത് വകുപ്പാണ്, ഏത് കോടതിയാണ്? ശരിയാണ്, നിങ്ങൾ പറയുന്നത് സത്യമാണ്. ഞങ്ങളുടെ ഈ പയലും കൊണ്ട് നിങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടാവാം. നിങ്ങളുടെ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴും, അതൊക്കെ വാസ്തവം തന്നെ. എന്ന് വെച്ച് ഞങ്ങൾക്കിവിടെ കൺസ്ട്രക്ഷൻ നടത്താതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന സകല നാശനഷ്ടങ്ങൾക്കും ഞങ്ങൾ നഷ്ടപരിഹാരം തരാൻ തയ്യാറുമാണ്. നിങ്ങൾ എന്ത് തരുമെന്നാ? ഇടിഞ്ഞു വീഴുന്ന കെട്ടിടങ്ങൾ ഒരുപക്ഷെ കെട്ടിത്തരാൻ പറ്റുമായിരിക്കും. ഒരു ജീവൻ നഷ്ടപ്പെട്ടാലോ അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റുമോ? പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? നിങ്ങൾ കൂടുതലായി ഒന്നും ചെയ്യണ്ട, പണി നിർത്തിയാൽ മതി. അത് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? വേണമെങ്കിൽ ഞങ്ങളൊരു കാര്യം ചെയ്യാം. നിങ്ങൾ എന്തിനു വേണ്ടിയാ മൂസ സെറ്റുമായി കേസ് പറയുന്നത്? 3 സെന്റ് സ്ഥലം വേണമെന്ന് പറഞ്ഞല്ലേ? അത് തരാൻ ഞങ്ങൾ തയ്യാറാണെങ്കിലോ? മൂസ സെറ്റിന്റെ കയ്യിൽ നിന്ന് ഈ സ്ഥലം ഞങ്ങൾ മേടിച്ചോളാം. ഇവിടുത്തെ കെട്ടിടങ്ങൾ നിങ്ങൾക്ക് പൊളിച്ചോണ്ടും പോവാം. പറ, നിങ്ങളുടെ തീരുമാനം എന്താ വെച്ചാ പറ. അതിന് മറുപടി പറയേണ്ടത് ഞാനല്ല, ഇവരാണ്. ഇവരുടെ നേതാക്കന്മാരാണ്. അവരുമായി ആലോചിച്ചതിന് ശേഷമേ അതിന് മറുപടി പറയാൻ പറ്റൂ. മതി, അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഈ പണി ഞങ്ങൾ നിർത്തിവെക്കാം. ഒരു